എന്താണെന്നതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് അല്ലെങ്കിൽ കരിയർ, ഈവൻ ഫാമിലി ലൈഫ്, ഇങ്ങനെ അൾട്ടിമേറ്റ് ഒറ്റ വാക്ക് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ എന്തെങ്കിലും ഒരു ലെഗസി ലീവ് ചെയ്ത് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്ലാൻ ചെയ്തതിനപ്പുറം പടച്ചവൻ്റെ തീരുമാനമാണല്ലോ പ്രധാനം. നമ്മുടെ ക്ലാസ് ആ ഒരു അർത്ഥത്തിൽ കൂടുതൽ എഫക്റ്റീവായി നടത്താൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ. അപ്പം നേരത്തെ ഷബീന മാം സൂചിപ്പിച്ച പോലെ നമ്മുടെ ക്ലാസ്സിൽ വളരെ പ്രധാനമായിട്ടുള്ള സംഭവം എല്ലാവരുടെയും പൂർണ്ണമായ അറ്റൻഷൻ നമുക്ക് വേണം. അതേപോലെ തന്നെ ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് ക്ലാസ്സിലുടനീളം ഫീൽ ചെയ്യണം. നമുക്ക് 3 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് 12 സെഷൻസാണ് നമുക്ക് നിലവിലുണ്ടാവുക, അല്ലെ? 12 സെഷൻസ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഖുർആൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര സൂറയുള്ളത് ആർക്കും അറിയോ സിലബസിനെ കുറിച്ച്? ഹലോ. നമുക്ക് ഫാത്തിഹായും ആ പിന്നെ ലാസ്റ്റ് 9 സൂറത്ത്. ഫാത്തിഹയും ലാസ്റ്റ് 9 സൂറകൾ നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് അത് കവർ ചെയ്യണമെങ്കിൽ ഫാത്തിഹ ഒരു 2 സെഷൻസ്, പിന്നെ 9 സൂറകൾ. അപ്പോൾ നമ്മൾ ഓരോ സൂറയും ഖുർആൻ്റെ ഈ അവസാന ഭാഗത്തിൻ്റെ പ്രത്യേകത, ഖുർആനിലെ കുറച്ചും കൂടി നമുക്ക് ക്രക്സ് എന്ന് പറയാൻ പറ്റും. അതായത് സംക്ഷിപ്തമായ രീതിയിൽ കാര്യങ്ങൾ പറയുന്ന, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമിൻ്റെയും ഖുർആൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. എന്താണ്? ക്രിസ്പായിട്ട് കാര്യങ്ങൾ പറയും, ജവാമിൽ കലിം എന്ന് പറയും. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്ന സൂറകളാണെന്ത്? ഈ അവസാനത്തെ സൂറകൾ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം? ഈ ഓരോ ആയത്തുകൾ നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാ ഇതിൽ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം, ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമുക്കുണ്ട്. അവരുടെ സപ്പോർട്ട് കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ മികച്ച രീതിയിൽ പഠിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. നേരത്തെ ഷബീന മാം സൂചിപ്പിച്ച പോലെ പരമാവധി ആളുകൾ വീഡിയോ ഓൺ ചെയ്തിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക. ഈ ക്ലാസ്സിലല്ലെങ്കിലും അടുത്ത ക്ലാസ് മുതൽ അത് ശ്രദ്ധിക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഒരു 1 hour സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് പഠിക്കുന്നത് തന്നെ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട, കൂടുതൽ പദപ്രയോഗങ്ങൾ വരുന്ന സൂറകളാണ്, വെക്കാബുലറി കൂടുതൽ വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ഫുൾ അറ്റൻഷൻ കിട്ടണം, എന്ത് ചെയ്യണം? വീഡിയോ ഓൺ ചെയ്തിട്ട് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ക്ലാസ്സിൽ എത്താനുള്ള ഒരു റീസൺ ആരാണ്? ഒന്ന് രണ്ട് പേര് മറുപടി പറയാം. ഞാനിപ്പോൾ ട്രിക്കി ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കട്ടോ. ഓക്കെ. ഉണ്ടായിരുന്നു. അള്ളാഹുവാണ് സഹായിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഖുർആനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ മദ്രസയിലൊന്നും ഞാൻ ഖുർആൻ അധികം പഠിക്കാത്ത ഒരാളാണ്. സ്വന്തമായി ഖുർആൻ സ്റ്റഡി സെന്ററിലൊക്കെ മുമ്പ് പോയിരുന്നു, പക്ഷെ ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്തൊരവസ്ഥയിലാണ്. അപ്പോ അതിന് തേടി തേടി എപ്പോഴും ഓരോരോ ഓൺലൈൻ ക്ലാസ് ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കലുണ്ടായിരുന്നു. ഒരു നല്ല നിലയിൽ പോകണം, നല്ല നിലയിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നപ്പോൾ ആണ് വെറുതെ ഒന്ന് അന്വേഷിക്കും ആരോടെങ്കിലും. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അള്ളാഹു തന്നെ ആയിരിക്കും വഴി തുറന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ ഓക്കെ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാ. ഓക്കെ അശ്വന്തി. അപ്പോൾ നമ്മൾ ഒരു ഉറച്ച കോൺഫിഡൻസ് അതായിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് എത്താൻ തീരുമാനിച്ചത് പഠിച്ചോ മാത്രമാണ്, അള്ളാഹുവാണ്. ഈ സെലക്ഷൻ നടത്തിയത് അള്ളാഹുവാണ്. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും നന്മകൾ, എൽമുകൾ കിട്ടുന്നുണ്ട് എവിടെ നിന്നാണ്? മിൻ അള്ളാഹ്, അള്ളാഹുൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു ഉറച്ച ബോധ്യം എന്തായിരിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ പഠിച്ച ആളുകളുണ്ടാകും, അല്ലെങ്കിൽ പുതുതായി വരുന്ന ആളുകളുണ്ടാകും. ആര് തന്നെയായാലും ഇങ്ങനെ ഒരു സെഷനിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് നമ്മൾ എത്തിപ്പെടണമെന്ന് പടച്ചോൻ തീരുമാനിച്ചു.
അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അള്ളാഹു നമുക്കിങ്ങനെ അവസരങ്ങൾ അള്ളാഹു ഒരുക്കി തരും. പക്ഷെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, ആക്ഷൻ എടുക്കുക എന്നുള്ള ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് ഉറച്ച ബോധ്യം, ചിലപ്പോൾ നിങ്ങൾ വിളിച്ചത് സംഘാടകരിൽ ആരെങ്കിലും ആയിരിക്കും, ഏതോ വാട്സാപ്പ് മെസ്സേജ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ് നമ്മളോട് എത്തിച്ച ആരാണ്? ആരാണ്? അള്ളാഹു. അള്ളാഹ്. ആ, അള്ളാഹ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം ഇൻഷാ അല്ലാ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ചില റോൾ മോഡൽസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊഫഷൻ, നിങ്ങളൊരു കരിയറിൽ ഇഫ് യു ആർ എ ഡോക്ടർ, നിങ്ങൾക്കൊരു റോൾ മോഡൽ ഉണ്ടാവും. എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് റോൾ മോഡൽ, ഓ എനിക്ക് ഇന്നാളെ പോലെ ആകണം. അല്ലെങ്കിൽ എനി ഫീൽഡ്, ആർക്കിടെക്ട് ആണെങ്കിലും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആണെങ്കിലും, അല്ലേ, ഒരു റോൾ മോഡൽ ഉണ്ടാവില്ലേ? ഇതുപോലെ എൻ്റെ ലൈഫിൽ വിശ്വാസികൾ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഫസ്റ്റ് നമ്മുടെ റോൾ മോഡൽ. അത് ശരിയാണ്. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത പ്രവാചകന്മാരല്ലാത്ത ഏതെങ്കിലും ആളുകളുടെ പേര് പറയും, ഓ എനിക്ക് ഇന്നാളെ പോലെ ആയാൽ കൊള്ളാം എന്ന് പറയാൻ? പ്രൊഫറ്റ്സ് അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാത്തത് ഒരു നല്ലൊരു ദീനി പേഴ്സണാലിറ്റി ആവാൻ. ചാറ്റ് ബോക്സ് പറയട്ടോ, പിന്നെ എല്ലാവരും ഓൺ ചെയ്യണമെന്നില്ല, ജസ്റ്റ് പേര് പറഞ്ഞാൽ മതി. ഞാൻ നാസില. എനിക്ക് ക്യാൻസലേക്ക് പോലെ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു പിന്നെ വേറെ എനിവൺ? നമുക്ക് സ്വഹാബികളിലേക്ക് പോയാലോ? സ്വഹാബി വനിതകൾ. ഓക്കെ, എനിവൺ? ആർക്കും പറയാം. ഇതൊന്നും ആരും റെസ്പോണ്ട് ചെയ്യാത്ത? എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണെന്നോ, പിന്നെ ഡൽഹിയിലെ മലയാളികളാണ് കുറച്ചും കൂടി പിന്നെ ആക്റ്റീവാണ് എന്നൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. ആരുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് സ്വഹാബ, അല്ലേ? കമ്പാനിയൻസ് ഓഫ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അസ്ഹാബി ഖൻ നുജൂം, അവർ നക്ഷത്രങ്ങളെ പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇവർ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും, എസ്പെഷ്യലി ലേഡീസിനെ കുറിച്ച് പറയുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ, ഫാത്തിമ, സുമയ്യ റളിയല്ലാഹു അൻഹുന്ന, അല്ലെങ്കിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, ഇങ്ങനെ പല ആളുകൾ നമ്മുടെ മൈൻഡിൽ വരും, അല്ലേ? ഇവരുടെ ഒരു പ്രത്യേകത, നമ്മളൊക്കെ ഇവരെ പോലെ ആകാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളവർ ജസ്റ്റ് യെസ് പറയുമോ? ചാറ്റ് ബോക്സിൽ യെസ് എന്നിട്ടാൽ മതി, അല്ലെങ്കിൽ യെസ് എന്ന് എഴുതാം. എനിവൺ? ആഗ്രഹമുള്ളവർ മാത്രം കേട്ടോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശാന്തി. ആ, യെസ്, ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ പോലെ ആകാൻ പറ്റുമോ? ഈസ് ഇറ്റ് പോസിബിൾ? അതിൽ യെസ് ഓർ നോ പറയും, അതിലെങ്കിൽ ആൻസർ കിട്ടണ്ടേ. ഈസ് ഇറ്റ് പോസിബിൾ? അവരെ പോലെയൊക്കെ ആകാൻ കഴിയുമോ ശ്രമിച്ചാൽ? അതിനും ആൻസർ ഇല്ല. No. നോ നോ. എന്താ ചാറ്റ് ബോക്സ് അപ്പോൾ സ്റ്റോപ്പായി? ഈസ് ഇറ്റ് പോസിബിൾ? ക്ലോസ് ടു ദം. ഓക്കെ, വെരി ഗുഡ്. നോ. ഓക്കെ, പലർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, അല്ലേ? ഓക്കെ, പക്ഷെ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കങ്ങനെ ആകാൻ കഴിയുമോ? അതിലൊരു ആൻസറാണ് ഇന്ന് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് അവർ ഡിഫറെൻ്റ് ആയി? എങ്ങനെ അവരുടെ ലൈഫിൽ അവർക്ക് ഈ മാറ്റം സംഭവിച്ചു? മാറ്റത്തിന് ഉപയോഗിക്കുന്ന വേർഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക ചേഞ്ച് എന്നാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുക ട്രാൻസ്ഫോർമേഷൻ, അല്ലേ? നമ്മൾ ഖുറാൻ സ്റ്റഡിയിൽ വരുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ? നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം. ഇനി ട്രാൻസ്ഫോർമേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റമദാൻ കഴിഞ്ഞല്ലോ, റമദാന് മുമ്പ് ഇങ്ങനെ ഒരു ഒരു ആവേശം ഉണ്ടാവും. റമദാനായപ്പോൾ ഒരു കുറച്ച് മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. റമദാൻ കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പഴയ മോഡ് തന്നെ എത്തി. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഉം. നമ്മൾ പഴയ മോഡിൽ തന്നെ എത്തി. ഇതിനെന്താ പറയുക? ചേഞ്ച്. ചേഞ്ച് എന്ന് ഉം. പറയാം. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രത്യേകത എന്താ? ലാസ്റ്റിങ് ചേഞ്ച്, പെർമനൻറ്റ് ചേഞ്ച് എന്നാ പറയാം. അത് റമദാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റമദാനിലെ ഗുണങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യും, അല്ലേ? എന്തെങ്കിലും പരിമിതി ഉണ്ട്, തിരുത്തും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ചേഞ്ച് ഓർ ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ വേണം. ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ഏറ്റവും നല്ലൊരു ഗ്രൂപ്പായിരുന്നു സഹാബ. ഈ സഹാബാസിൻ്റെ പ്രത്യേകത, നിങ്ങൾ സീറ പഠിക്കുമ്പോൾ, പ്രോഫറ്റ്, അല്ലേ, ബയോഗ്രഫിയാണ്.
സീറ എന്ന് പറയുന്നത്. സീറ പഠിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഫസ്റ്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോഗ്രഫിയുടെ ഒക്കെ തുടക്കത്തിൽ എന്താ വരിക, ജാഹിലിയ കാലത്തെക്കുറിച്ച് പറയും. ജാഹിലിയ കാലത്തെക്കുറിച്ച്. അപ്പോൾ ജാഹിലിയ കാലത്തെ ആ ചരിത്രം പറഞ്ഞതിന് ശേഷമാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രം പറയുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എങ്ങനെ ജീവിച്ചൊരു സമൂഹമാണ് ഇത്രയും ഉത്കൃഷ്ടരായ മനുഷ്യരെ മാറിയത്. നിങ്ങൾ ജാഹിലിയ സമൂഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ആകാൻ പറ്റുമോ, അങ്ങനെ ഉണ്ടല്ലോ. അത് വിശദീകരിക്കാൻ സമയമില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ആകാൻ പറ്റുമോ, ഇത്രയൊക്കെ മോശമാകാൻ പറ്റുമോ, എന്തായിരുന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ, ഈ ആളുകളിൽ തന്നെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. അതിനെക്കുറിച്ച് സെയ്ദ് പറയുന്നുണ്ട്, ഹ്യൂമൻ ഹിസ്റ്ററിയിലെ ബെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഗ്രൂപ്പാണ് ആരുടെ കൂടെ ഉണ്ടായിരുന്നത്, ആരുടെ കൂടെ, പ്രവാചകന്റെ ഗുണം. പ്രവാചകന്റെ കൂടെ. ഹ്യൂമൻ ഹിസ്റ്ററിയിൽ അതിനു മുമ്പോ ശേഷം അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടായിട്ടില്ല, വ്യക്തികൾ ഉണ്ടായേക്കാം. ഇത് ആരാണ് ഈ പറഞ്ഞ ഒരു കാലത്ത് ആ സൊസൈറ്റിയുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും, എങ്ങനെ ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. അപ്പം നമ്മൾ അതിന് ട്രാൻസ്ഫോർമേഷൻ്റെ റീസൺ പറയാം, എന്താ, എന്തുകൊണ്ട് അവർക്ക് ഇത്രയും വലിയ മാറ്റം ഉണ്ടായി. നമ്മളെന്താ ആൻസർ പറയാം ഒരാൾ ചോദിച്ചാൽ? വിശുദ്ധ ഖുർആൻ അംഗീകരിച്ച് ജീവിച്ചു. അങ്ങനെ ജീവിച്ചു. അപ്പം നമ്മൾ പ്രവാചകന്റെ ചോദിക്കും, ആ സാന്നിധ്യം പ്രവാചകന്റെ സാന്നിധ്യം ആ അവർക്ക് ഓക്കെ, ഏറ്റവും ഉണ്ട്. ഇത് കോമൺ എല്ലാവരും പറയാതാണ്. പ്രോഫിറ്റിൻ്റെ പ്രസൻസ്, ഫിസിക്കൽ പ്രസൻസ് ആയിരുന്നു അതിൻ്റെ പ്രധാന കാരണം. ഞാനും ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാനും ആരെ പോലെ ആവുമായിരുന്നു, അല്ലേ, ഞാനും അവരെ പോലെ ആയേനെ എന്ന് നമ്മൾ സ്വപ്നം കാണാറുണ്ട്, അല്ലേ? ഓക്കെ, അങ്ങനെ കാണാറുണ്ടല്ലോ, യെസ് ഓർ നോ? യെസ്. യെസ് അല്ലേ? ഓക്കെ. യഥാർത്ഥത്തിൽ അവരുടെ ലൈഫിലെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ റീസൺ അത് പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യൂലേ, അള്ളാഹു അവർക്കൊരു അനുഗ്രഹം കൊടുത്തു, എനിക്ക് തന്നില്ല, എൻ്റെ റബ്ബനോട് എന്നൊരു അനീതി ചെയ്തു എന്നൊരു ഫീലിംഗ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലേ? പക്ഷെ നമുക്ക് ബോധ്യമുണ്ട് നമ്മുടെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ആര് നമ്മോട് അനീതി കാണിച്ചാലും എൻ്റെ റബ്ബനോട് എന്ത് ചെയ്യൂല, അനീതി കാണിക്കില്ല എന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും, എന്തായിരുന്നു അവരുടെ ട്രാൻസ്ഫോർമേഷൻ്റെ കാരണം? യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടമാണ് ആരെ, ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇപ്പോൾ ഞാൻ എരഞ്ഞോളി മൂസയുടെ ഒരു പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, അതിൻ്റെ ഒന്ന് രണ്ട് വരികൾ ഞാൻ പറയാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഒരു വിശ്വാസിയുടെ ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്. എന്താ പറയുന്നത്, ആ വരികൾ മാത്രം ശ്രദ്ധിക്കട്ടോ, പിന്നെ എന്താണ് അതിൻ്റെ ആശയം എന്നുള്ളത്. 14 നൂറ്റാണ്ട് പിൻപെന്തിന് പാരിൽ ഞാൻ പാപി പിറന്നു വീണു, പുണ്യ റസൂലിൻ്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു, അല്ലേ? ഒരു വിശ്വാസിയുടെ മനോഗതമാണ്. ഇങ്ങനെ ആ വരികൾ പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും മുത്തുനബി വീട്ടു മുറ്റത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ, നിങ്ങൾ ആ പാട്ടിങ്ങനെ കേട്ട് നോക്കിയാൽ മതി. അതിൽ ഓരോ വരികളും ഭയങ്കര സൗന്ദര്യമാണ്. ഒന്നുമില്ലെങ്കിലും ഒരു മനുഷ്യനായില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടുമുറ്റത്തൊരു മുന്തിരി വള്ളിയെങ്കിലും ആയാൽ മതിയായിരുന്നു, അല്ലേ? കാരണം ഹബീബിനെ തൊട്ട് തലോടുന്ന ആ ഇളങ്കാറ്റ് എൻ്റെ അടുത്തും വരുമല്ലോ. നമുക്ക് ആ സ്നേഹവും ഇതും അള്ളാഹുവിൻ്റെ ഹബീബിനോട് വേണം കേട്ടോ. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംഗതിയാണ്, അള്ളാഹുവിൻ്റെ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. പക്ഷെ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിസിക്കൽ പ്രസൻസ് അല്ല ആ സമൂഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ മുഖ്യ കാരണം. ഈ ബോധ്യം നമുക്കുണ്ടാവണം, ഈ ബോധ്യം നമ്മൾ ഉറപ്പിക്കണം. ഇതെങ്ങനെ ഉറപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഫിസിക്കൽ പ്രസൻസ് ആണ് മുഖ്യ കാരണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അല്ലെ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രാം വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്? 23. നുബുവത്ത് 40. കിട്ടുന്നത് 40-ആം വയസ്സ് അല്ലേ? 40-ആം വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കണം കേട്ടോ, അത് തിങ്ക് ചെയ്യാനുള്ളത്. ഒരിക്കലും ഞാൻ പറയുന്ന വാക്കുകൾ അങ്ങനെ തന്നെ എടുക്കരുത് കേട്ടോ. നിങ്ങൾ കൗണ്ടർ ആർഗ്യുമെന്റ് നിങ്ങൾക്ക് പറയാം, അത് നല്ലത് ക്ലാസ് കഴിയുമ്പോൾ പറയുന്നതായിരിക്കും. ഇടയ്ക്കാകുമ്പോൾ കുറഞ്ഞ സമയമാണ്, അതുകൊണ്ട് നമുക്ക് ഡിസ്കഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, എൻഡിൽ ചെയ്യാം. എന്ന് വെച്ചാൽ ടൈം പരിമിതമായതുകൊണ്ടും നമുക്ക് അത്യാവശ്യം കോണ്ടന്റ് ഉള്ളതുകൊണ്ടും നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, 40-ആം വയസ്സ് വരെ. ഈ 40-ആം വയസ്സിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ കാലം ഹിറാ ഗുഹയിൽ പോയിരിക്കുന്നുണ്ട്. എന്താ കാരണം? ആ സമൂഹത്തിൻ്റെ വഴികേടിനെ കുറിച്ച് ആലോചിച്ചിട്ടാ, അല്ലേ?
നിങ്ങൾ ഹിറാ ഗുഹയിൽ കയറിയ ആളുകൾക്ക് മനസ്സിലാവും, അവിടുന്ന് നേരെ ആ ഒരു ഹാളിലൂടെ കാണാൻ പറ്റുക കാബയാണ്. അതായത് ആ സമൂഹത്തിലെ ആളുകളൊക്കെ ജീവിക്കുന്ന ഏറ്റവും കൂടുതൽ ഇടപെടുന്ന സാമൂഹിക വ്യവഹാരങ്ങൾ നടക്കുന്ന ഒരു സ്പേസ് ആണെന്ത്, കാബയുടെ ചുറ്റും. ക്ലിയർ ആണല്ലോ? അപ്പം ആ സമൂഹം, ആ സൊസൈറ്റിയുടെ ഒരു വഴികേടിനെ കുറിച്ച് ആലോചിച്ച് എങ്ങനെ അവരെ നന്മയിലേക്ക് നയിക്കാം, എങ്ങനെ അവരിൽ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാം എന്ന് ആലോചിച്ചാണ് ആര് ഹിറാ ഗുഹയിൽ പോയിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ പോയിരുന്നത്. ക്ലിയർ ആണല്ലോ? ഈ സന്ദർഭത്തിൽ നോക്കണം കേട്ടോ, സമൂഹത്തെക്കുറിച്ച് ഇങ്ങനൊരു ആലോചന ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ പല വിഷയങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം, നിങ്ങളൊക്കെ ഡൽഹിയിൽ ജീവിക്കുന്ന ആളുകളാണ്. ചുറ്റുമുള്ള മനുഷ്യർക്കൊക്കെ ഈ ദീനിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഉണ്ടോ? എന്നാലും നമ്മുടെ മനസ്സിൽ പടച്ചോനെ എന്നെ ഏൽപ്പിച്ച് ഈ സന്ദേശം ഓൾക്ക് എത്തിക്കണമല്ലോ, ഓരോ നന്നാക്കണമല്ലോ, അല്ലേ, ഓരോ നന്നായി കാണണമല്ലോ. ഈ പാർലമെൻറ്റിൽ കുറേ മനുഷ്യന്മാരുണ്ടല്ലോ, നമ്മളെപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ത്, ഇവരൊക്കെ നന്നായിരുന്നെങ്കിൽ, അല്ലേ, ഇവരൊക്കെ ദീൻ്റെ ആളുകളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിക്കാറുള്ളത്. പടച്ചോൻ എന്തിനാണ് ഇവരൊക്കെ ഇവിടെ നിലനിർത്തുന്ന നമ്മൾ ആലോചിക്കാറുള്ളത്. അല്ല, നമ്മൾ ശരിക്കും ആലോചിക്കണം കേട്ടോ, ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്. ഇങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 40-ആം വയസ്സ് വരെ അങ്ങനെ ഉണ്ടായിട്ടും അവരിലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചോ? ഇല്ല. ശ്രമിക്കാത്തത് കൊണ്ടല്ല. രണ്ടാമത്തേത്, ഇങ്ങനൊരു മനസ്സുണ്ടാകുമ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ ആളുകൾ ഫസ്റ്റ് ചോദിക്കുന്നതാണ് ആദ്യം ഉം. എന്ന് പറഞ്ഞേക്കാം, അല്ലേ? എല്ലാവരും പറയുന്നതല്ലേ, ചിലപ്പോൾ പറഞ്ഞേക്കാം എന്ത്, ആദ്യം ഇയാൾ പോയിട്ട് നന്നാവെന്ന് പറഞ്ഞേക്കാം, അല്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരെങ്കിലും അങ്ങനെ പറയുമോ? ഒരിക്കലും ഇല്ല. പ്രോഫറ്റിന്റെ മൈൻഡ് സെറ്റിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു പ്രയോഗം മാത്രം പറയാം. فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَىٰ آثَارِهِمْ إِن لَّمْ يُؤْمِنُوا بِهَٰذَا الْحَدِيثِ أَسَفًا. അതായത് ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ കൂടുതൽ ഇഷ്ടാവും. ഈ സമൂഹം ഈ സന്ദേശത്തിൽ വിശ്വസിച്ചില്ലെങ്കിലുണ്ടല്ലോ, അല ആസാരിഹിം അർത്ഥം എന്താ? ഓൺ ദെയർ ഫുഡ് സ്റ്റെപ്സ് എന്നർത്ഥം. എന്നാൽ അവരുടെ പുറകെ നടന്നിട്ട്, ആ പ്രയോഗം ഭയങ്കര സുന്ദരമാട്ടോ. ഖുറാനിൽ ഓരോ പ്രയോഗം ഭയങ്കര രസമാണ്. ഓൺ ദെയർ ഫുഡ് സ്റ്റെപ്സ് തന്നെ ഭയങ്കര ആശയം. അത് അവരുടെ പുറകെ നടന്ന് ടെൻഷൻ അടിച്ച്, നമ്മൾ ചിലപ്പോൾ അറിയില്ലേ, ഈ ചില ആൾ ടെൻഷൻ അടിക്കുമ്പോൾ പറയാം എന്താ, അധികം ടെൻഷൻ അടിക്കല്ലോ കേട്ടോ, ടെൻഷൻ അടിച്ച് അവസാനം എന്തോ സംഭവിച്ചു എന്നൊക്കെ പറയുമല്ലോ. യെസ് ഓർ നോ? Yes. യെസ്. ഇതുപോലെ ടെൻഷൻ അടിച്ച് നടന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരുടെ പറയുക? തന്നെ നിഷേധിച്ച, തന്നെ എതിർത്ത, തനിക്കെതിരെ കല്ലെറിഞ്ഞ, തന്നെ പരിഹസിച്ച. എന്നാലോ ഓരോട് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? അതുമില്ല. അങ്ങനെ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മൈൻഡ് സെറ്റ് നോക്കണം. നമ്മളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും, എന്നാലും എന്നോട് അങ്ങനെ പെരുമാറിയാൽ പിന്നെ സഹിക്കാൻ പറ്റില്ല, അല്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നും, അള്ളാഹുവിൻ്റെ ഹബീബ് നന്മ മാത്രമേ ചെയ്തുള്ളൂ, എന്നാലും എതിർത്ത, പരിഹസിച്ച, കല്ലെറിഞ്ഞ ആളുകളോട് എത്രമാത്രം സ്നേഹമായിരുന്നു ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ക്യാരക്ടർ ഇതൊക്കെ ഉണ്ടായിട്ടും 40-ആം വയസ്സ് വരെ ഞാൻ ചോദിക്കുകയാണ്, ആ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഈ അർത്ഥത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായതെ കാണാൻ പറ്റുമല്ലോ? ഇല്ല. ഇല്ല. പിന്നെ എപ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്? ഞാൻ ട്രാൻസ്ഫോർമേഷൻ്റെ വാക്ക് ഫസ്റ്റ് ശ്രദ്ധിക്കണേ. ചേഞ്ച് അല്ല, നമുക്ക് വേണ്ട എന്താ? ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അത് ഞാൻ ഇനി മാറ്റം എന്ന് ഉപയോഗിക്കില്ല. കാരണം മാറ്റം എന്നുള്ളത് നമുക്ക് ചേഞ്ച് എന്ന് എപ്പോഴും ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ വെക്കണം കേട്ടോ. നമുക്കൊരു പെർമനൻറ്റ് ചേഞ്ചാണ് വേണ്ടത്. നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവണം, അല്ലേ? സ്ഥായിയായിട്ടുള്ള മാറ്റം ഉണ്ടാവണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 40-ആം വയസ്സ് വരെ അങ്ങനെ സംഭവിച്ചു. 40-ആം വയസ്സ് മുതൽ സംഭവിച്ചു. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ 5 സൂക്തങ്ങൾ ഏതൊക്കെയാ? എൻ്റെ കൂടെ ഓതോ എല്ലാവരും? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അൽഹംദുലില്ലാ. ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണോ, വി ഹാവ് ടു തിങ്ക് അവരുടെ ലൈഫിൽ ഈ ആയത്തിൻ്റെ അവതരണം എന്നുള്ളത് അവരുടെ ലൈഫിൽ മാത്രമല്ല, ഈ ലൈലത്തുൽ ഖദർ വിധി നിർണയം എന്ന് പറയുമ്പോൾ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ശരിക്ക് ആ
സമൂഹത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഒരു റവല്യൂഷൻ നമുക്ക് പറയാൻ പറ്റും. ഒരു വിപ്ലവം സംഭവിക്കായിരുന്നത്, അവരുടെ വിധി തന്നെ മാറ്റിമറിക്കുന്ന ഒന്നിൻ്റെ തുടക്കമായിരുന്നത് ലൈലത്തുൽ ഖദറിൽ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ആ സമൂഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് ആ ദിനത്തോട് കൂടിയിട്ടാണ്, അല്ലേ? നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. ഖദീജ ബീവിയുടെ അടുത്ത് പോകുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ശരി, ആ സമൂഹത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. ഇനി ഒന്നുകൂടെ ഉറപ്പിക്കാൻ പറയാം, ഫിസിക്കൽ പ്രസൻസ് ആയിരുന്നു. ഒരിക്കലും നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്യാരക്ടറിനെയോ വ്യക്തിത്വത്തെ വില കുറച്ച് കാണാൻ പാടില്ലല്ലോ. ആ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയെ നമ്മൾ അത് ഏറ്റവും ഉന്നതമാണെന്ന് മനസ്സിൽ വെക്കണം. പക്ഷേ അള്ളാഹു നമ്മോട് ചെയ്തത് എന്താ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അതിൽ ഫിസിക്കൽ പ്രസൻസ് ആണ് മുഖ്യ കാരണമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹു നബീബിന് ഏറ്റവും അടുത്തറിഞ്ഞ് ജീവിച്ച ഒരാളാണ് ആരാ? അബൂബക്കർ ആരായിരിക്കും അബൂബക്കർ ഏറ്റവും കൂടുതൽ റളിയല്ലാഹു ചേർന്ന് ചെറുപ്പം മുതലേ കൂടെ ഉണ്ടായിരുന്ന ആരാ? മൂത്താലി. അബൂ ത്വാലിബ്, അല്ലേ? ഉപ്പാന്റെ ബ്രദർ. സ്വന്തം ഉമ്മാക്ക് ഉപ്പാക്ക് പോലും അള്ളാഹു നബീബിന് അത്ര അടുത്തറിയാൻ പറ്റിയില്ല. അങ്ങനെ ചെറുപ്പം മുതൽ, അതായത് ഷീബ ബി ത്വാലിബില് അതിന്റെ പേരങ്ങനെ തന്നെയാ, ആമുൽ ഹുസുൻ, ദുഃഖവർഷം, അല്ലേ? ഉം. മരിക്കുന്ന ആ മൊമെന്റ് വരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ആരുണ്ടായിരുന്നു? അബൂ ത്വാലിബ് ഉണ്ടായിരുന്നു. ശരിയല്ലേ? Yeah. നേടായിട്ട് ആ എല്ലാവരും എതിർത്തപ്പോ ചേർത്ത് നിർത്തി ഉണ്ടായിരുന്നു. മക്കളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് പരിഗണിച്ചിട്ടുണ്ട്? അബൂ ത്വാലിബ് പരിഗണിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫിസിക്കൽ പ്രസൻസ് ആണ് കാരണമെങ്കിൽ അബൂ ത്വാലിബ് മുഅ്മിൻ ആവേണ്ടതായിരുന്നില്ലേ? അതാണ് മുഖ്യ കാരണമെങ്കിൽ. യെസ് ഓർ നോ? Yes. യെസ്. അങ്ങനെ സംഭവിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സ്ഥാനത്താണ് മറ്റൊരു ബ്രദർ. എല്ലാ ബ്രദേഴ്സും അങ്ങനെ, അറബികൾ ചരിത്രം അനുസരിച്ച്, ഈ പാരമ്പര്യം അനുസരിച്ച് ഉപ്പ മരിച്ചാൽ ഉപ്പയുടെ സ്ഥാനത്താണ് ഉപ്പാന്റെ ബ്രദേഴ്സ്. അബൂ ലഹബ്. ഖുർആൻ ഇത്രമാത്രം നിശിതമായി വിമർശിച്ച ഒരാൾ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ പ്രസൻസ് ആണെങ്കിൽ അബൂ ലഹബിന് അങ്ങനെ സംഭവിക്കുമായിരുന്നു? ഒരിക്കലും ഇല്ല. എന്നാൽ നിങ്ങൾ പല സ്വഹാബികളും ചരിത്രമുണ്ട്. പ്രധാനമായിട്ട് പേർഷ്യയിൽ വന്ന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാത്രം പഠിച്ചാൽ മനസ്സിലാവും. എന്ത്? പേർഷ്യയിൽ നിന്ന് വന്ന അദ്ദേഹം ഇസ്ലാമിൻ്റെ വലിയ പോരാളി മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ് നമ്മൾ കൊത്തിവെക്കണം. ആ സൊസൈറ്റിയുടെ ഇത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ്റെ ടൂൾ എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിസിക്കൽ പ്രസൻസ് എന്നതിനേക്കാൾ ഉപരി എന്തായിരുന്നു? അത് ഖുർആനായിരുന്നു, അല്ലേ? അത് ഖുർആനായിരുന്നു. അവരെക്കുറിച്ച് പറയുന്നത്, അവർ ഖുർആനായിരുന്നു അവരുടെ ജീവിതത്തിലെല്ലാം. അവരവരുടെ ദാഹം ശമിപ്പിച്ചു. ഉദാഹരണം പറഞ്ഞാൽ, ദാഹം എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ലൈഫിൽ നമുക്ക് പല ക്വസ്റ്റ്യൻസ് വരും, അല്ലേ? അതായത് നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ചില ദാഹങ്ങളുണ്ട്. ഈ ദാഹങ്ങളൊക്കെ ശമിപ്പിച്ചത്, ഞാനത് അടിവരയിട്ട് പറയാട്ടോ, എല്ലാം 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 ശമിപ്പിച്ചത് എന്തിലൂടെ? ഖുർആനിലൂടെ. എല്ലാം എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയുന്നത് നമ്മുടെ കരിയറും പ്രൊഫഷനും എന്തും ആട്ടോ, എല്ലാത്തിൻ്റെയും അവരുടെ നീഡ്, അതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രോബ്ലം, അതിൻ്റെ സൊല്യൂഷൻ അവർ കണ്ടെത്തി എവിടെ നിന്നാണ്? ഖുർആനിൽ നിന്നായിരുന്നു. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം? അത്രമാത്രം മനോഹരമായിട്ടാണ് അവർ ഖുർആന്റെ തണലിലൂടെ ജീവിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്ന ഫസ്റ്റ് പോയിന്റ് ഇതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫ് ഒരു മീനിങ് ഫുൾ ആക്കി മാറ്റണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ലെഗസി ലീവ് ചെയ്ത് പോകാനുണ്ടെങ്കിൽ, നമുക്ക് സ്വഹാബികളാണ് ഏറ്റവും വലിയ മാതൃക. അവരെ പോലെ നമുക്ക് ആകാൻ പറ്റുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് ആകാൻ കഴിയും, ഉറപ്പായിട്ടും. കാരണം അവരുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ടൂളായ ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഖുർആന്റെ ജീവിക്കുന്ന മാതൃക ആര്? ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കയ്യിലുണ്ട്, അല്ലെ? നമ്മുടെ കൂടെ ഉണ്ട്, അല്ലേ? എങ്ങനെ? ഹദീസുകളായിട്ടും സീറകളായിട്ടും നമ്മുടെ മുമ്പിലുണ്ട്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എന്താണ്? ആ ഒരു ലെവലിലേക്ക് ഉയരാൻ കഴിയും. ഇതാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു ആർഗ്യുമെന്റ് മുമ്പിൽ വെക്കുന്നത്. പിന്നെ നമുക്ക് ഖുർആന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു ഇപ്പോൾ ഒരു മൈൻഡ് സെറ്റിൽ എന്താ ഉള്ളത്? ഓക്കെ, ഞാൻ ലാസ്റ്റ് ചോദിക്കാം. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്നുള്ളത്, നമ്മൾ ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഫസ്റ്റ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്, വൈ. ഈ സൈമൺ സിനക്കിൻ്റെ 2 പുസ്തകങ്ങളുണ്ട്. സൈമൺ സിനക്കിന് അറിയായിരിക്കും, സ്റ്റാർട്ട് വിത്ത് വൈ, ഫൈൻഡ് യു വൈ. സ്റ്റാർട്ട് വിത്ത് വൈ, ഫൈൻഡ് യു വൈ. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ലൈഫിൽ വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ, വൈ എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ എന്തിനാണ് ഡൽഹിയിൽ നിൽക്കുന്നത്? പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ, ഒറ്റ സെക്കൻഡേ.
1 സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഓക്കെ, സോറി. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ. ഇത് നമ്മൾ എല്ലാ കാര്യത്തിലും ചോദിക്കണം കേട്ടോ. ലൈഫിൽ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് ചോദിക്കണം, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഖുറാൻ ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, ഞാൻ എന്തിനാണ് അവിടെ പോയി ഇരിക്കുന്നത്. എൻ്റെ ഒരു ഡേയിലെ, ഓക്കെ, ഒരു വീക്കിലെ 1 hour മാത്രമാണെങ്കിലും നമ്മൾ ചോദിക്കണം, എന്തിനാണ് ഞാനിവിടെ പോയിരിക്കുന്നത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, വൈ യു വാണ്ട് ടു ലേൺ ഖുറാൻ, അല്ലെങ്കിൽ വൈ യു ആർ ലേണിംഗ് ഖുറാൻ. നിങ്ങൾ എന്തിനാണ് ഖുറാൻ പഠിക്കുന്നത്. ശരിക്കും നമ്മളെ മനസ്സിലിങ്ങനെ ക്വസ്റ്റ്യൻ വരും. അതായത് ഓക്കെ, അവരുടെ ട്രാൻസ്ഫോർമേഷൻ്റെ റോള് ഖുറാനായിരുന്നു, ശരി തന്നെ. പക്ഷേ ബദറിൽ ഷഹീദായ സ്വഹാബികളുണ്ടല്ലോ, അവർക്ക് ഖുറാൻ പൂർണ്ണമായി കിട്ടിയിരുന്നോ? കിട്ടിയിരുന്നോ? യെസ് ഓർ നോ? ഇല്ല. നമുക്ക് ഖുറാൻ പൂർണ്ണമായി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഖുറാന്റെ ജീവിക്കുന്ന മാതൃക പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി അത് കുറച്ചും കൂടി അങ്ങനെ ഉണ്ടല്ലോ എളുപ്പത്തിൽ. അന്ന് ഖുറാൻ അവർക്ക് അന്ന് അഖീദ, ഫിഖ് ഇതൊന്നും ഇല്ല കേട്ടോ. ഉണ്ട് എന്ന് വെച്ചാൽ അവർ ഖുറാൻ ഡയറക്റ്റ് ഡിറൈവ് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുകയാണ്. ഇന്ന് നമുക്കൊക്കെ സെപ്പറേറ്റ് സബ്ജക്റ്റുകളായിട്ടൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. അപ്പോൾ എന്നിട്ട് നമ്മളെന്താ നന്നാവാത്തത്, ഞാനെന്ന് നന്നാവാത്തത്. ഖുറാനാണ് കാരണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, എന്തിനായിരുന്നു സ്വഹാബികൾ ഖുറാൻ അപ്രോച്ച് ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കണം. വൈ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഖുറാൻ പഠിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പറയോ, 1-2 പേര് ആൻസർ പറയോ. പരലോകമോക്ഷം. രണ്ടാമത്തെ സ്വർഗം കിട്ടാൻ. അള്ളാഹു നമ്മോട് സംസാരിക്കുന്നതാണ് ഖുറാൻ എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ. ഓക്കെ, ഇങ്ങനെ അല്ലേ, ഡിഫറെന്റ് ആൻസേഴ്സ് നമുക്കുണ്ട്. സ്വർഗം കിട്ടാൻ, പരലോകമോക്ഷം അല്ലെ, ഇതൊക്കെ റെലവെന്റുമാണ് നമ്മൾ പറയുന്നത്. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, അവർ പരലോകമോക്ഷം ആഗ്രഹിച്ചിരുന്നു, സ്വർഗം ആഗ്രഹിച്ചിരുന്നു. അവരുടെ ജീവിതത്തിൽ ഇതവരുടെ ഒരു അൾട്ടിമേറ്റ്, അങ്ങനെ ഉണ്ടല്ലോ. ഈ നമ്മുടെ ലൈഫിൽ നമുക്ക് 2 അർത്ഥത്തിൽ നമുക്ക് വിഷൻ സെറ്റ് ചെയ്യണം. ഒന്ന് നമ്മുടെ ഹിയർ ആഫ്റ്റർ, അതേപോലെ തന്നെ അത് ശരിയാണ്, എന്ത് ചെയ്യണം, നമുക്ക് ദുനിയാവിൽ ഒരു ഫോക്കസ് ഉണ്ടാവണമല്ലോ. യഥാർത്ഥത്തിൽ അവർ ദുനിയാവിലെ അവരുടെ ജീവിതത്തിൽ ഖുർആൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഫോക്കസിന് ഒറ്റ കാര്യമാണ്, എൻ്റെ ലൈഫിൽ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ, എനിക്കൊരു ബെറ്റർ പേഴ്സൺ ആവാൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയായി മാറാൻ എൻ്റെ റബ്ബ് എന്നോട് എന്താ പറയുന്നത് എനിക്കറിയണം. അങ്ങനെ ഉണ്ടല്ലോ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളെ എനിക്ക് മാറണമല്ലോ. നമ്മളങ്ങനെ പറയില്ലേ, ഈ ചിലപ്പോൾ സംഭവിക്കട്ടെ, കല്യാണം കഴിഞ്ഞാലൊക്കെ ആളുകളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. എന്താ മാറ്റം? ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എന്ത് ചെയ്യും, വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും അല്ലെ. ചെയ്യൂലേ? ഇത് ചെയ്യുന്ന എപ്പോഴാ? 1-ാം ദിവസം മുതലല്ല. ഒരു 1-ാം ദിവസത്തെയും ഒരു വർഷം കഴിഞ്ഞുള്ള ജീവിതത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും. കാരണം എന്താ, പരസ്പര ഇഷ്ടങ്ങൾ ഇതൊക്കെ അറിഞ്ഞു തുടങ്ങി അല്ലേ. യെസ് ഓർ നോ? യെസ്. ഇതുപോലെ എൻ്റെ റബ്ബ് എന്നോട് എന്താ പറയുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്ക് എങ്ങനെ മാറാം, ഇത് നമുക്ക് അറിയണം. ഒരിക്കലും സ്വഹാബികൾ ഖുറാൻ അപ്രോച്ച് ചെയ്തത് ഖുറാനിലെ കഥകൾ പഠിക്കാനാണോ? അല്ല. ചരിത്രം മനസ്സിലാക്കാനാണോ? അല്ല. അർത്ഥം മനസ്സിലാക്കാനാണോ? ഓതി പുണ്യം നേടാനാണോ? ഇതൊന്നുമല്ല ലക്ഷ്യം. ഇതൊക്കെ നല്ല കാര്യം കേട്ടോ, ഇതൊക്കെ പുണ്യകരമാണ്. ഇവിടെ നമ്മൾ ഇരിക്കുന്നത് പോലും അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അൾട്ടിമേറ്റ് ലക്ഷ്യം വെക്കേണ്ടത് എന്താ? എൻ്റെ ലൈഫിൽ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം, എനിക്കൊരു മാറ്റം ഉണ്ടാവണം. അതിന് എൻ്റെ റബ്ബ് എന്നോട് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഖുറാൻ അപ്രോച്ച് ചെയ്തത്. ഈ ഒരൊറ്റ റീസൺ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് ക്ലിയർ ആണല്ലോ? അപ്പം നമ്മളും വൈ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഖുറാൻ ക്ലാസ്സിന് വരുന്നത്? ഇൻഷാ അല്ലാഹ് എനിക്കൊരു ബെറ്റർ പേഴ്സൺ ആവണം, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണാലിറ്റി ആയി മാറണം, എൻ്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവണം, അതിനാണ് ഞാൻ ഖുറാൻ പഠിക്കുന്നത്. ഇത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഖുറാൻ പഠനത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിയട്ടോ. അങ്ങനെ തന്നെ പറയാം, ഈ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിയാം. ഞാൻ 2 ഉദാഹരണം പറയാം. 2 ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ഫാത്തിഹയുടെ തുടക്കം പറഞ്ഞാൽ എന്നിട്ട് അവസാനിപ്പിക്കാം.
രണ്ട് ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഖുർആനിൽ ഈ ഖിറാഅത്ത് തിലാവത്ത്, ഖുർആൻ പാരായണത്തിന് യുണീക്കായി ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഏതാ? എന്താ? തജ്വീദ്. തിലാവത്ത്. തിലാവ. തജ്വീദ്. ഓക്കെ, തജ്വീദ് ഖുർആന്റെ നിയമങ്ങൾ. തിലാവ അല്ലേ? ഖിറാഅത്ത് നമ്മൾ മറ്റു പലതിനും ഉപയോഗിക്കും, പക്ഷെ തിലാവ നമ്മൾ പൊതുവെ എന്തിനാ കേട്ടത്? ഖുർആനെ കുറിച്ചാണ്. ശരിയാണല്ലോ? വാട്ട് ഈസ് മീനിങ് ഓഫ് തിലാവ? തിലാവത്തിന് ഡിഫറെൻറ്റ് മീനിങ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ തിലാവേൻ്റെ മീനിങ്? ഒരാൾക്ക് പറയാൻ പറ്റുമോ? അനുധാവനം ചെയ്യും. അനുധാവനം ചെയ്യുക അല്ലേ? യെസ്. ഉദാഹരണം വ്യത്യസ്ത മീനിങ്ങുകൾ ഉണ്ട് കേട്ടോ. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുധാവനം ചെയ്യുക. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാം, സൂറത്തു ഷംസ് എല്ലാവർക്കും അറിയില്ല? സൂറത്തു ഷംസ്, ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രമേ. സൂറത്തു ഷംസ്, സൂറത്തു ഷംസിൽ അള്ളാഹു അതിൻ്റെ തുടക്കം ഇങ്ങനെ പറയുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ. അല്ലേ? ഷംസ് എന്താണ് ഇതിൽ പറയുന്നത്? സൂര്യനും അതിൻ്റെ പ്രകാശവുമാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹ, അല്ലേ? ചന്ദ്രനാണ് സത്യം. ചന്ദ്രൻ സൂര്യനെ തിലാവത്ത് ചെയ്യുന്നു. എന്താ ഇവിടെ അർത്ഥം? തിലാവത്ത് ചെയ്യുന്നു പറഞ്ഞാൽ പിന്തുടരുക. നിങ്ങൾ ഒരാൾ പറയാം, നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആളുകളാണല്ലോ, ഈ ചന്ദ്രനും സൂര്യനും തമ്മിലൊരു ബന്ധം എന്താ? ഹലോ? ലൈറ്റ്. ഒന്ന് സൂര്യൻ്റെ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ചന്ദ്രൻ സ്വീകരിക്കുന്നുണ്ട്. ക്ലിയർ ആണ്? എൻ്റെ ഈ ലൈറ്റ് എന്താ ചെയ്യുക? ആർക്കാ ഉപകാരപ്പെടാ? മനുഷ്യർക്ക്. രാത്രിയിൽ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഉപകാരപ്പെടും അല്ലേ? ശരിയല്ലേ? പിന്നെന്താ ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള ബന്ധം? സൂര്യനെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സൂര്യൻ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട് ചന്ദ്രൻ. അതൊരു സെക്കൻഡെങ്കിലും സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ? സ്റ്റോപ്പ് ചെയ്യപ്പെട്ട എന്താ സംഭവിക്കുക? അത് ഭയങ്കര ട്രാജഡി ആയിരിക്കും. അത് ചന്ദ്രനെ മാത്രമാണ് എഫക്ട് ചെയ്യുക? ഭൂമിയാണ്. എൻ്റെ യൂണിവേഴ്സിനെ എഫക്ട് ചെയ്യും, എസ്പെഷ്യലി ഭൂമിനെ മൊത്തത്തിൽ എഫക്ട് ചെയ്യും. യെസ് ഓർ നോ പ്ലീസ്? യെസ്. ഇതുപോലെ ഞാൻ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അതായത് വൽ ഖമരി ഇദാ തലാഹ, തലാ യത്ലു തിലാവ, ഇതേ വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ത് ചെയ്തത്? നിരക്ഷകർക്കിടയിൽ നിന്ന് ഒരു പ്രോഫറ്റ് വന്നത് അല്ലേ? അൺലെറ്റേഡ്, ഇല്ലിറ്ററേറ്റ് ആയിരുന്നു പ്രോഫറ്റ്. അതൊരു കുഴപ്പമൊന്നുമല്ല കേട്ടോ. അത് ശരിക്കും വളരെ പോസിറ്റീവായ ഒരു സംഗതി ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പറയാൻ സമയമില്ല. റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകൾ എന്ത് ചെയ്യുന്നു? അവർ തിലാവത്ത് ചെയ്യുന്നു അല്ലേ? തിലാവത്തുൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ ആയത്തുകൾ എന്താ ചെയ്യുന്നത്? തിലാവത്ത് ചെയ്യുന്നു. ഇതേ വേർഡല്ലേ തലാ യത്ലു തിലാവ? ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രൻ സൂര്യനെ തിലാവത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾ പറഞ്ഞ സെയിം മീനിങ്, ഒന്ന് അതിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇതുപോലെ ഖുർആനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫോളോ ചെയ്യാൻ പറ്റണം. അതൊരു സെക്കൻഡ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു സെക്കൻഡ് പോലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല കേട്ടോ. ഒരു സെക്കൻഡ് നമ്മുടെ ഉറക്കം പോലും എന്തിലൂടെ ആയിരിക്കണം? ഖുർആൻ്റെ തണലിലാവണം. അത് ഭയങ്കര രസമാട്ടോ. ഞാൻ തമാശ പറയുന്നില്ല, അത് ഭയങ്കര രസമാണ് ലൈഫ്. ഞാനൊരു ഉദാഹരണം പറയാം. അതിന് എത്രത്തോളം നല്ല സ്വഹാബികൾ കണക്കാക്കിയുള്ളത്. സ്വഹാബികളുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ വെരി പേഴ്സണൽ ലൈഫിൽ മാത്രം സംഭവിക്കുന്നതാണ് ഈ മക്കളെ സന്താനോൽപാദനം തടയുന്ന കാര്യം. ഞാൻ വീഡിയോ ഓഫ് ചെയ്താട്ടോ. സന്താനോൽപാദനം തടയുന്ന കാര്യം അല്ലേ? ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് നിങ്ങളെന്താ ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, കുന്ന നാസിൽ വൽ ഖുർആൻ യൻസിൽ, ഞങ്ങളിത് ചെയ്യുന്നു, ഖുർആൻ ഇറങ്ങുന്നു, അള്ളാഹു ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിലെ അത്രയും മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ അവരെന്തിനെ പ്രതീക്ഷിച്ചിരുന്നു? ഖുർആനെ പ്രതീക്ഷിച്ചിരുന്നു, ഖുർആന്റെ കൽപ്പന പ്രതീക്ഷിച്ചിരുന്നു. അത്രയും ഒരു ഖുർആനായിട്ട് കണക്റ്റഡ് ആണ്. ഇങ്ങനെ ഖുർആനെ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഖുർആന്റെ ജീവിതത്തിലെ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. ഓക്കെ,
അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇതാണ്, നമുക്ക് തിലാവ ചെയ്യണം. ഇനി അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫ് തന്നെ അത്രയും ഉത്കൃഷ്ടമായതിൻ്റെ കാരണം എന്താ അറിയോ? ഇപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട്, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, മക്കാന ഖുലുഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു? വേണമെങ്കിൽ പറയായിരുന്നില്ലേ? നിങ്ങൾ ശരിക്കും ആലോചിച്ചു, വേണമെങ്കിൽ പറയായിരുന്നില്ലേ? അത് ചെറുപ്പം മുതൽ അങ്ങനെ വളർന്ന നല്ല കുട്ടിയായിരുന്നു എന്ന് പറയാമായിരുന്നില്ലേ? യെസ് ഓർ നോ? യെസ്. യെസ്. അങ്ങനെ പറഞ്ഞോ? ഇല്ല. എനിക്ക് ഭയങ്കര അത്ഭുതം, അത് അങ്ങനെ പറയായിരുന്നത്, അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? ആയിഷ റളിയല്ലാഹു അൻഹക്ക് ബോധ്യമുണ്ട്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫിന്റെ ട്രാൻസ്ഫോർമേഷൻ പോലും ഉണ്ടായത് എന്തിലൂടെയാണ്? എന്തിലൂടെയാണ്? ഖുർആനിലൂടെയാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫ് പോലും ഇത്ര ഉത്കൃഷ്ടമായത് ഖുർആനിലൂടെയാണ്. ആരാ പറയുന്നത്? നബി ആയിഷ റളിയല്ലാഹു അൻഹ. പിന്നെ ബാക്കിയുള്ള കാര്യം എന്ത് പറയാനാണ്? അതുകൊണ്ട് ഈ ഒരു ബോധ്യം, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നമ്മൾ ഇന്ന് പല ഫിലോസഫിയും പല തിയറിയും പല ഇസങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പലതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക, ചിലപ്പോൾ തോന്നും അല്ല ഖുർആന് ഇത് ഖുർആനേക്കാൾ മികച്ചതാണെന്ന് തോന്നിപ്പോവുകയും അതിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്യാറുണ്ട്. അല്ലെ? അങ്ങനെ സംഭവിക്കണം നമ്മുടെ സൊസൈറ്റിയിൽ. അല്ലെ? ഖുർആനെ എന്ത് ചെയ്യുന്നു? അതിനെ സൈഡിലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് ആളുകൾ ഖുർആനെ ഫോളോ ചെയ്തത് എത്ര സ്ട്രിക്റ്റ് ആയിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ തൗറാത്തിൻ്റെ കോപ്പി കണ്ടു. ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ എന്ത് കണ്ടു? തൗറാത്തിൻ്റെ കോപ്പി കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണോ? മാറ്റിവെക്കാൻ പറഞ്ഞു. ആരോട് പറയുന്നത്? ഉമർ റളിയല്ലാഹുവിനോട്. എന്നിട്ട് പറഞ്ഞു, സാക്ഷാൽ മൂസ നബി എങ്ങാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തേ നിർവാഹമുള്ളൂ? ഈ ഖുർആനെ ഫോളോ ചെയ്യാൻ. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ. തൗറാത്ത് വായിക്കേണ്ടതൊന്നും അല്ലേട്ടോ പറയുന്നത്, നമുക്ക് അങ്ങനെ പഠിക്കാം വായിക്കാം. പക്ഷെ ആദ്യഘട്ടത്തിൽ ആ സമൂഹത്തിന് തെർബിയത്ത് കൊടുക്കുമ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഖുർആനുമായി കണക്ട് ചെയ്തത്. പക്ഷെ നമ്മൾ പ്രത്യേകത എന്താണോ? നമ്മളൊക്കെ വായിക്കും, പക്ഷെ എന്ത് മാത്രം വായിക്കൂല? എല്ലാം പഠിക്കും, ഖുർആൻ മാത്രം പഠിക്കൂല. റമദാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര റമദാൻ. ഞാൻ ഒരു തമാശക്ക് പറയുന്നില്ല കേട്ടോ. വി ഹാവ് ടു തിങ്ക്. നമ്മൾ ക്ലാസ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് എടുത്ത് കുറേ ഇൻഫർമേഷൻ കിട്ടുന്നില്ല. വി ഹാവ് ടു തിങ്ക്. നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, എന്തൊക്കെ വായിക്കുന്നുണ്ട്, എന്തൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു തവണയെങ്കിലും എൻ്റെ റബ്ബ്, കാരണം അല്ലാമ ഇക്ബാലിനെ കുറിച്ച് ഈ സിയാവുദ്ദീൻ സർദാറിൻ്റെ ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഡെസ്പെറേറ്റ്ലി സീക്കിംഗ് പാരഡൈസിൽ അദ്ദേഹം പറയുന്നത്. ഞാൻ അവിടെ നിന്ന് അത് വായിച്ചത്. നിങ്ങൾ ഖുർആൻ വായിക്കും, മോനോട് പറഞ്ഞു ഉമ്മ എന്താ പറഞ്ഞെന്നോ? അല്ലാമ ഇക്ബാലിൻ്റെ ഓരോ വാക്കുകൾ നമുക്ക് ഈ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. ഇഖ്റഉൽ ഖുർആൻ കഅന്നമാ ഉൻസില ഇലൈക്. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ എങ്ങനെ ഓതേണ്ടതാ? അത് ആർക്ക് ഇറക്കപ്പെട്ട പോലെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെട്ട പോലെയാണ്? അല്ല. നിങ്ങൾക്ക് അള്ളാഹ് ഇറക്കിയ പോലെ, നിങ്ങളോട് അള്ളാഹു ഒരു പേഴ്സണലായി സംസാരിക്കുന്ന പോലെ. അല്ലെ? എന്തൊരു രസമായിരിക്കും അങ്ങനെ കേൾക്കുമ്പോൾ, എൻ്റെ റബ്ബിനോട് സംസാരിക്കുന്നത്. അതുപോലെ നിങ്ങൾ കേൾക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് ആ സമൂഹത്തിന് വേറൊരു ഇസവും ഒന്നും ഇല്ലാത്ത കൊണ്ടല്ല, നമ്മളെക്കാൾ കൂടുതലുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഇന്നത്തെ യൂറോപ്പിൻ്റെ ഈ നാഗരികമായ വളർച്ചയുടെ അടിസ്ഥാനം നോക്കി നമ്മൾ എവിടെ എത്തുക? നിങ്ങൾ പറയാം, എവിടെ എത്തുക? പഴയ റോമിലെത്തുക. അല്ലേ? റോമിലാണ്. അതുകൊണ്ട് നിങ്ങൾ അറേബ്യയുടെ രണ്ട് ഭാഗത്ത്, റോമും പേർഷ്യയുടെ രണ്ട് ഭാഗത്ത്, റോമൻ കൾച്ചർ, അതിൻ്റെ സിവിലൈസേഷൻ, അതിൻ്റെ ബുക്സും അതിൻ്റെ നിയമങ്ങളും ഒക്കെ എന്തുണ്ടായിരുന്നു? അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ യൂറോപ്പിനേക്കാൾ അവൈലബിൾ ആയിരുന്നു എന്ത്? അന്നത്തെ സൊസൈറ്റിക്ക്. അല്ലേ? ഓക്കെ. രണ്ടാമത്തേത് ഗ്രീക്ക് കൾച്ചർ ഉണ്ടായിരുന്നു. അതിൻ്റെ ലോജിക്കും അതിൻ്റെ ഫിലോസഫിയും അതിൻ്റെ ആർട്സും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലേ? അത് ശരിക്കും ഇന്നത്തെ വെസ്റ്റേൺ തോട്ടിൻ്റെ അടിസ്ഥാനം എന്താണ്? ഗ്രീക്ക് കൾച്ചർ. നിങ്ങളൊക്കെ ഇതിൽ പല വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഗ്രീക്ക് വേർഡ്സ് പഠിക്കാറുണ്ടോ? അത് അന്ന് എന്ത് ചെയ്തിരുന്നു? അവർക്ക് അവൈലബിൾ ആയിരുന്നു. നമ്മളെക്കാൾ അത്രയും അടുത്താണ് അവർ ജീവിച്ചിരുന്നത്. ഒന്ന് കാലഘട്ടം നോക്കുമ്പോൾ പേർഷ്യൻ സിവിലൈസേഷൻ, അതിൻ്റെ ആർട്ടും അതിൻ്റെ പോയട്രിയും അതിൻ്റെ ലെജൻസും അതിൻ്റെ റിലീജിയനും സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റും ഒക്കെ എന്താണ് അവർക്കുണ്ടായിരുന്നു. അല്ലേ? പേർഷ്യൻ റോമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒലിബച്ചിർ റൂം, ഖുറാൻ്റെ ഒരു പ്രൊഫസി, ഖുറാൻ്റെ ഒരു ഈ മിറാക്കിൾ ഉണ്ടല്ലോ. പ്രൊഫസി എന്ന് പറയുമ്പോൾ എന്താ പറയുക? അമാനുഷികത. അല്ലേ? അതിനെക്കുറിച്ച് പറയുന്ന ഒരു എക്സാമ്പിളാണ് റോമിൻ്റെത്. റോം പേർഷ്യൻ തമ്മിലുള്ള സംഘടനയെ കുറിച്ച്. നമുക്ക് ഇന്ത്യൻ ചൈനീസ് കൾച്ചർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ റിലീജിയൻ നോക്കുമ്പോൾ ജ്യൂസും ക്രിസ്ത്യൻസും അറേബ്യയിൽ തന്നെ ജീവിച്ചിരുന്നു. അല്ലെ? നമ്മൾ കേൾക്കാറില്ലേ? അഹ്ലു കിതാബ് എന്ന് പറയും. ഇതൊക്കെ ഉണ്ടായിട്ടോ, ഇതൊക്കെ അവൈലബിളായി. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ മോഡേൺ വേൾഡിൽ ജീവിക്കുന്നത്. അങ്ങനെയല്ല. ഈ മോഡേൺ വേൾഡിൽ ആളുകൾ പോലും പിന്തുടരുന്ന കൾച്ചറും സിവിലൈസേഷനും ഒക്കെ നിലനിന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഖുർആൻ മതി,
ഖുർആനാണ് പ്രധാനം. ഖുർആനിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിങ്ങൾ ലോകത്തെ കാണേണ്ടത് എന്ത് ചെയ്യുന്നു? അവർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഫസ്റ്റിലെ ഈ ഒരു മെയിൻ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഖുർആന് നമുക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. നമ്മുടെ ലൈഫിന് ഇത്രമാത്രം ലൈഫിനെ നമുക്ക് സൗന്ദര്യവത്താക്കാൻ വേറൊന്നിനും കഴിയില്ല, ഉറപ്പാണത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം. അതിലൂടെ നമ്മൾ എന്താ നേടിയെടുക്കേണ്ടത്? നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാനാണ് ഖുർആനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ ഖുർആൻ പഠിച്ചുകൊണ്ട് ഓതിയത് കൊണ്ടും ഖുർആൻ്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. മറിച്ച് എന്ത് ചെയ്യണം? ഖുർആനിലൂടെ നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം. ഖുർആനിലൂടെ നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം. അങ്ങനെ നമുക്ക് എന്തുള്ളൂ? ആ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുള്ളൂ. അതാണ് അതിനെക്കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞാൽ ലാ യഅരിഫുഹ ഇല്ലാ മൻ ദാഖഹ. ടേസ്റ്റ് ചെയ്തവർക്ക് എന്തെങ്കിലും അതിൻ്റെ അനുഭൂതി അറിയുള്ളൂ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഈ ഫലസ്തീനികൾ ഭയങ്കര എക്സാമ്പിളാണല്ലോ, അല്ലേ? നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇന്ന് മോർണിംഗ് ഞാൻ ന്യൂസ് കണ്ടു. നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് ആളുകളാണല്ലോ, നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് അവിടുത്തെ മെഡിക്കൽ വർക്കേഴ്സ്, അല്ലേ, അവരുടെ ആംബുലൻസിന് എന്ത് ചെയ്യുന്നു? ആംബുലൻസ് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവർ അറ്റാക്ക് ചെയ്യാണ്, ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാണ്. നിങ്ങൾ കണ്ടല്ലോ, അവരെ കുഴിച്ചു മൂടാണ് വെടിവെച്ചിട്ട്, ആംബുലൻസ് അടക്കം. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു എത്തിക്സും ഒരു വാല്യൂസും പാലിക്കാൻ തയ്യാറാവാത്ത ഒരു സമൂഹം. ഇത്രയും അനീതിയും അക്രമവും നടക്കുകയാണ്. അതിൻ്റെ അൽജസീറ പുറത്തോട്ട് വീഡിയോ ഉണ്ട്. ഞാൻ രാവിലെ കണ്ടാട്ടോ, ക്ലാസ്സിന് കുറച്ച് മുമ്പ്. അതിലിങ്ങനെ ഈ ആംബുലൻസിനെ അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം ഈ ആംബുലൻസിലുള്ള ആളുകൾ പറയുന്നുണ്ട് എന്താണോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ സൗണ്ട് താണതാണ് അവർ മരിക്കാൻ. അത് ശരിക്കും കേൾക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ആ മൊമെൻറ്റിൽ അള്ളാഹു അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഈ അവസാന മൊമെൻറ്റിൽ ആളുകളുടെ ഈ തനിനിറം പുറത്താവില്ല. കാരണം ഫിറോനൊക്കെ അവസാന മൊമെൻറ്റ് പറഞ്ഞല്ലോ, മൂസാരെയും എന്താണ് ഹാറൂനെ റബ്ബിലാൻ വിശ്വസിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ഇത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഈ ട്രാൻസ്ഫർമേഷൻ, അതായത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്താണത് നമുക്ക് ഖുർആൻ പകർന്നു നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എക്സാമ്പിളായിട്ട് പറയാം. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും എന്ത് ചെയ്യണം? വെരി റെഗുലറായിട്ട്, വെരി സീരിയസ് ആയിട്ട് കമ്മിങ് 3 months എന്ത് ചെയ്യണം? ഈ ക്ലാസ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എൻ്റെ ഏതോ തിരക്കിനിടക്ക് ഉള്ള ഒന്ന് എന്ന നിലക്കല്ല, മറിച്ച് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിനെ മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫാത്തിഹയുടെ ഒരു ഞാൻ ഒന്ന് സ്ലൈഡ് ഷെയർ ചെയ്യാം കേട്ടോ. സ്ലൈഡ് കാണുന്നുണ്ടോ? Yes. ഓക്കെ. Yes. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സൂറ അൽ ഫാത്തിഹയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓതാം. ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദീകരിക്കാം. ഓക്കെ. ഒന്ന് എൻ്റെ കൂടെ ഓതണേ ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പോൾ സൂറ അൽ ഫാത്തിഹ നമ്മൾ വിശദമായിട്ട് നെക്സ്റ്റ് ക്ലാസ് പറയും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ സൂറ ഫാത്തിഹ മാത്രം നമ്മൾ എടുക്കുക. ഖുർആനിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൂറയാണ് സൂറ അൽ ഫാത്തിഹ. നമുക്കിതിനെക്കുറിച്ച് ഖുർആൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, പ്രിഫേസ് എന്ന് പറയാൻ പറ്റും, അല്ലേ? ഏതൊരു പുസ്തകത്തിനും ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറയാം. ഏതൊരു പുസ്തകത്തിനും പ്രിഫേസ് ഉണ്ടാവുമല്ലോ, ആമുഖം. ഇതിൽ പിന്നെ ഞാൻ ഉദാഹരണം പറയാം, പ്രിയാമ്പിളൊക്കെ ഉണ്ടാവില്ല. എന്താ ആമുഖത്തിൻ്റെ പ്രത്യേകത?
എന്നാ ചുരുക്കം. എന്താ മൊത്തത്തില് അതിന് ക്രിസ്പ് ഉണ്ടാവും അല്ലേ? ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിൽ ലോ പഠിച്ച ആളുകളിലെ പിന്നെ എന്താണ് പ്രിയാമ്പിളിൻ്റെ പ്രത്യേകത കോൺസ്റ്റിറ്റ്യൂഷനിൽ? ഇത് ഫാത്തിമല്ലേ ലോ പഠിച്ചേ? എനിവൺ? പ്രിയാമ്പിൾ എന്താ? പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത്. പ്രിയാമ്പിൾ ആണ് ശരിക്ക് അല്ലെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സെക്കുലർ, അങ്ങനെ ആ ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ശരിക്ക് പ്രിയാമ്പിൾ ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്രക്സ് എന്ന് പറയാൻ പറ്റുന്നത് അല്ലേ? ചിലപ്പം കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില ഇതുമായിട്ട് പ്രശ്നങ്ങൾ, ഡിബേറ്റുകൾ ഉണ്ടാകുമ്പോൾ പ്രിയാമ്പിൾ എന്ത് ചെയ്യും? റെഫറൻസ് ആയിട്ട് വെക്കാറുണ്ട്. ഇതുപോലെ ഖുർആൻ്റെ ഒരു പ്രിഫേസ് ആണ്, പ്രിയാമ്പിൾ ആണ്, ഇൻട്രൊഡക്ഷൻ ആണെന്ത്? സൂറ അൽ ഫാത്തിഹ. ഈ ഖുറാൻ്റെ സ്ട്രക്ചർ ഭയങ്കര രസമാട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഖുറാൻ്റെ ഒരു പ്രൊഫസിയെക്കുറിച്ച്, ഖുറാൻ്റെ അമാനുഷികത നമുക്കത് ബോധ്യപ്പെടുമ്പോൾ രസമാണല്ലോ. അതായത് ദൈവികമാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടാകും. അതിനെക്കുറിച്ചും ചില സംഗതികളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഫാത്തിഹയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ നോക്കാം, അതിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രം ജസ്റ്റ് പറയാം. അത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് നോക്കി വരണം കേട്ടോ. ഫാത്തിഹയുടെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുക. സൂറ അൽ ഫാത്തിഹ നോക്കണം കേട്ടോ. ഫാത്തിഹയിലെ ആയത്തുകൾ നോക്കിയാൽ നിങ്ങൾ നോക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ആരെക്കുറിച്ച് സംസാരിക്കും? ഒരാൾ ഇതിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് വായിക്കണേ. അപ്പോൾ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ നോക്കാം. ആരാ വായിക്കുക മീനിങ്? In the name of God, the Lord of mercy, the giver of mercy. ഇത് ആരെക്കുറിച്ചാണ്? അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ടോക്കിംഗ് അബൌട്ട് അള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Praise belongs to God, Lord of the worlds. Ar-Rahmanir Rahim. Anyone? The Lord of mercy, the giver of mercy. So first 3 ayah is talking about Allah അല്ലേ? Yes. ഇനി 4ാമത്തെ ആയ. Master of the day of judgment. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? Allah. അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, ഖുറാൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്. ഖുറാൻ്റെ ഈ സ്ട്രക്ചർ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് കാണാം. ഫസ്റ്റ് 3 ആയ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പലപ്പോഴും ഡിബേറ്റബിൾ ആണ്. ഫാത്തിഹയുടെ ഭാഗമാണോ അല്ലയോ? എനിവേ ബിസ്മി എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. എന്തിനെ കുറിച്ചാണ്? അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ശരിയല്ലേ? ഇനി ഞാൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സ്കിപ്പ് ചെയ്തോട്ടോ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ അല്ലേ? അള്ളാഹു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, നിന്റെ കോപത്തിന്റെ ഇരയായവരുടെയോ വഴിപിഴച്ചവരുടെ അല്ല. ഇത് ആരുടെ ആവശ്യം പറയുന്നത്? നമ്മുടെ ആവശ്യം അല്ലേ? ഇത് മിഡിലേക്ക് കൊടുത്തു. ഇയ്യാക നഅ്ബുദു, വി വാണ്ട് ടു ഗിവ് അള്ളാഹ്. അതായത് അള്ളാഹു നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിൻ്റെ ഒരു പേർപ്പസ് എന്താണോ? നമ്മൾ ജീവിക്കുന്ന എന്തിനാ? ഒരാൾ ചോദിച്ചാൽ നമ്മളെ റബ്ബിനെ അറിയാൻ, അള്ളാഹുമായിട്ട് എടുക്കാൻ. വേറൊരു ലക്ഷ്യം ജീവിതത്തിനില്ല കേട്ടോ. അള്ളാഹുവിനറിയാം, അള്ളാഹുവിനെ സമർപ്പിക്കുക. ഇതില്ല ജീവിതത്തിന് എന്താ? ഇതിപ്പോഴും മനസ്സിലാവുന്ന വെച്ചാൽ ഒരു വെന്റിലേറ്ററൊക്കെ കിടന്നു നോക്കണം, അപ്പോഴും അറിയാം നമ്മൾ എല്ലാ ആവശ്യങ്ങളും എന്ത് ചെയ്യും? അസ്ഥാനത്താവും. പിന്നെ എൻ്റെ വീട് അല്ല എൻ്റെ കാറ് ഇതൊന്നും എൻ്റെതായിട്ട് ഉണ്ടാവില്ല. മരിച്ചാൽ ഉണ്ടാവോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാവും എന്ത്? ശരിക്കും എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്തായിരുന്നു? അള്ളാഹുവിനെ അറിയലായിരുന്നു, അള്ളാഹുവിൻ്റെ അടുക്കലായിരുന്നു അല്ലേ? അതുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞൊരാൾ മൈൻഡ്ഫുള്ളായി പറയുന്ന ഒരു സംഗതിയാണെന്ത്? ഇയ്യാക നഅ്ബുദു, വാട്ട് വി വാണ്ട് ഫ്രം അള്ളാഹ് അല്ലേ? വാട്ട് വി വാണ്ട് ടു ഗിവ് അള്ളാഹ് സ്ലേവറി. പഠിച്ചോനെ, നീ ഇത്രയും വലിയൊരാളല്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ കംപ്ലീറ്റ് സബ്മിഷൻ ആർക്ക് തന്നു? നിനക്ക് തന്നു. ഈ സ്ലേവറി എന്നുള്ള വലിയ കുഴപ്പമുള്ള സംഗതി ഒന്നുമല്ല കേട്ടോ. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡാണ്. നമ്മളിങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയൂലേ, ഈ മയക്കുമരുന്നിനടിമ, ലഹരിക്കടിമ എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം എന്താ? ഓന് അതിനോട് എന്തോ അക്രമം ചെയ്യുന്നു അല്ല, മറിച്ച് അവൻ്റെ ലൈഫിൽ അവനൊരു സന്തോഷം സമാധാനം ഒക്കെ കിട്ടുക അവിടുന്ന് കിട്ടുക അല്ല. അതുകൊണ്ടല്ലേ അടിമ എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്, ആണോ അല്ലയോ? ഇതുപോലെ റബ്ബിന് അടിമപ്പെടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഭയങ്കര സൗന്ദര്യമായിട്ട് മാറും. പക്ഷെ ചില ഉദാഹരണങ്ങളോട് വിശദീകരിക്കുമ്പോൾ നമുക്കതിന്റെ സൗന്ദര്യം ബോധ്യപ്പെടും. അപ്പൊ ഇയ്യാക നസ്തഈൻ, അതുകൊണ്ട് ഞാൻ എൻ്റെ അബദാണ്, അപ്പോൾ ഐ നീഡ് യുവർ ഹെൽപ്പ് അല്ലേ? വാട്ട് വി വാണ്ട് ഫ്രം അള്ളാഹ്, അതിനെക്കുറിച്ചാണ് ഇയ്യാക നസ്തഈൻ അല്ലേ? അതിനെക്കുറിച്ചാണ് അടുത്ത ആയത്തുകൾ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾ നാളത്തേക്ക് ചെയ്യേണ്ടത്
പിന്നെ 7:30 ആയി. അപ്പോൾ ഒരു സംഗതി ഉണ്ട് കേട്ടോ എല്ലാവരോടും. പിന്നെ എല്ലാവരും ക്ലാസ്സിൽ വരുമ്പോൾ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണം. ഓൺലൈൻ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. ഏ അതുകൊണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിച്ചു ലക്ഷ്യം എന്നുള്ളത് ഖുർആൻ പഠിക്കുന്നത് എന്തിനാ? നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാനാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും പങ്ക്ച്വാലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ക്ലാസ് നമുക്ക് തുടങ്ങാൻ കഴിയണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു ലെസണാണ്. ഒരു 1-2 മിനിറ്റ് നമ്മൾ ജോയിൻ ചെയ്യുക, അങ്ങനെ ഉണ്ടല്ലോ. കാരണം ഈ ഖുറാന് വേറെ ഒരു ലക്ഷ്യമില്ല. അൾട്ടിമേറ്റ് നമ്മളെ മാറ്റിയെടുക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഖുറാൻ പഠനത്തിൽ അത് കീപ്പ് ചെയ്യണം ഇൻഷാ അല്ലാ. അതുകൊണ്ട് തന്നെ ക്ലാസ് എപ്പോൾ തുടങ്ങിയാലും എന്ത് ചെയ്യും? സമയത്ത് നമ്മൾ അവസാനിപ്പിക്കും. 1-2 മിനിറ്റിൻ്റെ വേരിയേഷൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. സമയത്ത് നമ്മൾ അവസാനിപ്പിക്കും. പിന്നീട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ആർക്കൊന്നും പറയാണ്ട് പറയാം. പക്ഷെ ക്ലാസ്സിൻ്റെ ടൈം എന്ത് ചെയ്യും? അപ്പോൾ അവസാനിക്കും ഇൻഷാ അല്ലാ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ പറഞ്ഞു കേട്ടോ. ഫാത്തിഹ ഒഫീഷ്യലി എടുത്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താ നാളത്തേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാത്തിഹയുടെ ഒന്ന് ഖിറാഅത്ത് നിങ്ങൾ കേൾക്കണം. രണ്ടാമത്തേത് അതിൻ്റെ അർത്ഥം ആശയം, എത്രയോ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം നോക്കി വരണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ എന്ത് ചെയ്യാനും പറ്റും? മനസ്സിലാക്കാൻ കഴിയും ഇൻഷാ അല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്ക് നമ്മൾ മനസ്സ് പറഞ്ഞ് അള്ളാഹുവിനോട് പറയണം. ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് ഖുൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയണം. എന്തിനാണോ? എൻ്റെ ലൈഫിൽ എനിക്ക് ഈ ഒരു അവസരം അള്ളാഹു തന്നല്ലോ അല്ലേ, അത് ജീവിതത്തിൽ കിട്ടുന്ന മറ്റേതൊരു അവസരത്തേക്കാൾ വലിയതാണ്, ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് അള്ളാഹു നമ്മൾ ശുക്ർ ചെയ്യണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം ഈ ഒരു മനസ്സ് നിലനിർത്താൻ, കൂടുതൽ നന്നായി പഠിക്കാൻ. എസ്പെഷ്യലി പിന്നെ മനസ്സിലാക്കിയതുകൊണ്ട് എല്ലി ബേസ്ഡ് ആയിട്ടുള്ള ഖുറാൻ സ്റ്റഡി സിസ്റ്റം നമുക്ക് ഉണ്ടാവണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, ചന്ദ്രൻ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം പോരാ അല്ലേ, സൂര്യനെ അല്ലേ, ഖുറാനെ. ചന്ദ്രൻ സൂര്യനെ വേറെ എന്താ ചെയ്യുന്നത്? സൂര്യൻ്റെ ലൈറ്റ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്, ചുറ്റുമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇരുട്ടിൽ അത് വെളിച്ചമായി മാറുന്നുണ്ട് അല്ലേ. ഈ ലൈറ്റ് എവിടുന്ന ചന്ദ്രന് കിട്ടുന്നത്? സൂര്യനിൽ നിന്ന്. ഇതുപോലെ ഖുർആന്റെ ലൈറ്റ് നൂറ് നമ്മൾ സ്വീകരിച്ചാൽ മാത്രം പോരാ, ആ നൂറ് എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മൾ സ്വപ്നം കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാൾ ഉമറിനെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണണം. ആഭ്യന്തരമന്ത്രി ആവട്ടെ, പ്രധാനമന്ത്രി ആവട്ടെ, നമ്മുടെ മനസ്സിലിങ്ങനെ അല്ലാ ഈ മനുഷ്യന്മാർക്ക് നന്നാവും തോന്നും. പക്ഷേ ഖുർആൻ പറഞ്ഞെന്താ ഫിറൗനെ കുറിച്ച്? ഫിറൗനെ കുറിച്ച് എന്താ? മൂസാ നബിക്ക് സംശയം നന്നാവുന്നുണ്ട്. നീ പോയി നോക്ക്, ഫിറൗന് നന്നായേക്കാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിലകൊള്ളാൻ, ഖുർആൻ പഠിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം. إن شاء الله. Next. നമ്മുടെ ക്ലാസ്